ഹായ് വെൽക്കം ടു മൈ ചാനൽ. പെസഹ നാളിൽ പുളിപ്പില്ലാത്ത പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ പെസഹ അപ്പവും പാലും എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ച് അത് കൂടെ നമ്മൾ എടുത്ത് വെച്ച പച്ചരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയും ഉഴുന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 3/4 ഗ്ലാസ്സോളം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ലൂസായി പോവാനും ഒത്തിരി കട്ടിയായി പോവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അത് നമ്മൾ അരി അരച്ച അതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജീരകവും 3-4 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൂടെ നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അത്രയും മതി. ഇതുപോലെ ഇത്രയും മതി. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം, എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ 1 കപ്പ് ശർക്കര ചികിയതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ മെൽറ്റാക്കിയ ശർക്കര പാവിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും അതിൽ സെക്കൻഡ് പാലും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് കുറുക്കി എടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്തൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഏലക്ക പൊടിച്ചതും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിൽ എണ്ണ തടക്കി അല്ലെങ്കിൽ നെയ്യ് തടവി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അത് പുളിക്കാൻ വേണ്ടി വെക്കണ്ട, പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് അപ്പം റെഡിയായി കിട്ടും. നമ്മുടെ പെസഹ അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ പെസഹ അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതോടെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പുളിപ്പില്ലാത്ത നമ്മുടെ പെസഹ അപ്പവും പാലും റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.